ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ എല്ലാം കാണാൻ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ മോഹൻലാൽ പുതിയ പടം 27-ാം തീയതി റിലീസ് ചെയ്തിരിക്കുകയാണ്, എമ്പുരാൻ 2. പലരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന പടം കൂടുതൽ പേരും കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഇങ്ങനെ കാണാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, അത് സംവിധാനം ചെയ്തേക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ, അത് എഴുതിയിരിക്കുന്നത് മുരളി ഗോപി. ആദ്യത്തെ ലൂസിഫർ കണ്ട് മോഹൻലാലിൻ്റെ തകർത്ത അഭിനയം, അടിപൊളി സീനുകളും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അഭിപ്രായം, വേണ്ട രീതിയിൽ കളക്ഷൻ നേടി. അതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റിയോടെ സംഭവമായി ഇറങ്ങിയ എമ്പുരാൻ എല്ലാവരും പകുതി പേരും പറയുന്നു, കൊള്ളുവല്ല. ഞാൻ പല സ്ത്രീകൾ കണ്ടവരോടാണ് ചോദിച്ചത്. അവർ കൊള്ളുവല്ല, സുഖമില്ല, മോഹൻലാലിൻ്റെ പ്രസൻസ് കുറവാണ്. പക്ഷേ ഞാൻ സിനിമ കണ്ടു. ഇൻ ടോട്ടൽ പൃഥ്വിരാജ് സുകുമാരൻ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എന്ത് ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള സംഘടന രംഗങ്ങളും, ആ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു 3 മണിക്കൂർ ഫ്ലോ പോകുന്നത് എത്ര നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം 100-200 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ ഇന്ത്യയിലെ ഒരു ചെറിയ കോടി കിടക്കുന്ന നമ്മളെപ്പോലെ 3-3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു സംസ്ഥാനത്തുനിന്ന് ഇത്രയും അതിഭീകരമായ, ഇത്രയും പൈസ മുടക്കിൽ ഇത്രയും ക്ലാരിറ്റിയോടെ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജിനെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം പുള്ളിക്ക് അതിനുള്ള കഴിവും ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഗ്രഹിച്ച് അതിങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആള് പ്രഗത്ഭനാണ്. ആ സിനിമ കണ്ടവർക്കറിയാം, ആദ്യം തുടങ്ങുന്നത് അവസാനം വരെ ഓരോ സീക്വൻസ് ആയിക്കോട്ടെ. ഇപ്പം പലരും പറയുന്നു മോഹൻലാലിൻ്റെ പ്രസൻസ് കുറവാണെന്നുള്ളത്. അപ്പം നമ്മൾ മറ്റ് നോർത്ത് ഇന്ത്യൻ പടങ്ങൾ, ഇപ്പോൾ സൽമാൻ ഖാനൊക്കെ ആണെങ്കിൽ ഒരു സിനിമയ്ക്ക് 90 തൊട്ട് 100 സീക്വൻസ് ഉണ്ടെങ്കിൽ ഒരു 70 എണ്ണത്തിനകത്തും അവർ കാണും. പക്ഷേ മോഹൻലാലെന്ന് പറയുമ്പോഴത്തേനും ആ കഥ കൊണ്ടുപോകുന്ന രീതി ഒരു ടോട്ടാലിറ്റി ആയിട്ട് നോക്കിയാൽ മതി. അടിപൊളിയായിട്ടല്ലേ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ എനിക്കൊരു ചെറിയ ഇത് കുറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ദീപക് ദേവാണ്. ഇപ്പോൾ നമ്മൾ KGF ഒക്കെ കാണുമ്പോഴത്തേനും ആ വലിയ ബീരങ്കി പോലെ സാധനമൊക്കെ വെടിക്കുമ്പോഴത്തേനും ആ കൂടെയുള്ള എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൻ്റെ ഇങ്ങനെ അടിത്തട്ടിലൊരു താളം ഉണ്ടാകും. പക്ഷേ ഈ മ്യൂസിക് എന്താണോ എനിക്കങ്ങ് അത്രയൊരു സെറ്റപ്പായിട്ടങ്ങ് എനിക്കങ്ങ് ആളിക്കെത്തിയില്ല. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് കാണണം. VFX എഫക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് തോന്നുമല്ലോ, അത്രയ്ക്ക് ക്ലാരിറ്റിയിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ കേൾക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവരെ കരിവാരി തേക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു സിനിമ എടുക്കുമ്പോഴത്തേനും അത് റിയാലിറ്റി നടക്കുന്ന കാര്യങ്ങളല്ല. പലയിടത്തുനിന്നും പല രീതിയിൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി ഒരു 2 മണിലോ 3 മണിക്കൂർ നേരത്തെ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ചെറിയ കലാരൂപം പോലെ ഒരു സംഗതി. അപ്പം രാഷ്ട്രീയം പറഞ്ഞ് അല്ലെങ്കിൽ അതങ്ങനെയാണ് അതിങ്ങനെയാണ് എടുത്തു വെച്ചേക്കുന്നത് പറഞ്ഞ് അതിനെതിരെ എതിർക്കുന്നവരോട് എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. എന്നാലും മുരളി ഗോപി അത് ഇങ്ങനെ എനിക്കൊന്ന് 2 പുകയൊക്കെ അടിച്ച് 2 പെക്കൊക്കെ അടിച്ച് ഇത്രയും കരുത്തമായിട്ടുള്ള വാക്കുകളൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് എഴുതി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് പറയാം. പിന്നെ അത് കഴിയുമ്പോഴത്തേനും നമുക്ക് എഴുതി കാണിക്കും. ഒരു മൂന്നാമത്തെ ഒരു ഈ ജെയിംസ് ബോണ്ട് പോലെ പടമൊക്കെ ഒരു സീക്വൻസ് ആയിട്ട് ഇനി അത് തുടരാനാണ് സാധ്യത. ഇനി നമ്മളൊരു 3-4 വർഷം കൂടെ കാത്തിരിക്കേണ്ടി വരും. രാജ്യത്ത് ഇപ്പം സെനഗൽ, ലണ്ടൻ, വാട്ടർലൂ ഏരിയയൊക്കെ പല ഇൻ്റർവ്യൂവിനകത്തും പൃഥ്വിരാജ് പറയുന്നുണ്ട്, ആ ഒരു ദിവസത്തേന് അത് കംപ്ലീറ്റ് സ്തംഭിപ്പിച്ച് വേണം വീഡിയോ ഒക്കെ ആ ഒരു ഷൂട്ടിംഗ് ഒക്കെ എടുക്കേണ്ടിരുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ എത്രയും സെറ്റപ്പിലൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക്, പിന്നെ മോഹൻലാൽ ഒരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആണ് ഒരു 1.5 മണിക്കൂർ മുഴുവൻ ലോകം മുഴുവൻ ചുറ്റി കാണിക്കുന്ന പല രാജ്യങ്ങളുടെയും പല രീതിയിലുള്ള
ഷോട്ടുകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും ഹൈയിൽ നിർത്തിയിട്ട്, കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദവി ഇരിക്കുന്ന ഒരാളോടാണ് കളിക്കുന്നത്. അപ്പം സാധാരണ ഒരു ലോക്കൽ സെറ്റപ്പിലുള്ള ആളെ ഇതിനകത്ത് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഗ്രഹിക്കുകയില്ല. അതുകൊണ്ടായിരിക്കും വലിയൊരു സംഭവമായിട്ട് കാണിച്ചിട്ട് അദൃശ്യനായിട്ട് മോഹൻലാൽ വരുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അവസാനം മൂന്നാമത്തെ ഉണ്ട് എന്നുള്ള കാണിച്ചിട്ട് പടം അവിടെ നിർത്തുന്നു. ഞാൻ പറയുകയാണ്, പടം എല്ലാവരും പോയി ഒന്ന് കാണണം. മറ്റ് ഈ റിവ്യൂ പറയുന്നവർ പറയുന്ന പോലെ കൊള്ളില്ല, എന്നാ എടുത്ത് വെച്ചേക്കും, ഒന്ന് ചിന്തിക്കണം. എത്ര നാളത്തെ അധ്വാനവും പൈസ ചെലവും, എത്ര പേര് ഇതിന് പുറകിൽ പ്രവർത്തിച്ച്, ഇത്രയും നമ്മുടെ അഭിമാനമാണ്. ഇത്രയും ഒരു ചെറിയ സംസ്ഥാനത്തു നിന്ന് ഈ ലോകം മുഴുവൻ ഇത്രമാത്രം തിയേറ്ററിൽ ഇത്ര അടിപൊളിയായിട്ട് ഒരു മലയാളം പടം ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോഴത്തേന് അത് നിസ്സാര കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഒരു തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം മറ്റ് തമിഴ് പടം ആയിക്കോട്ടെ, തെലുങ്ക് പടമൊക്കെ ആയിക്കുകയാണെങ്കിൽ മറ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു സായിപ്പിനെ ബദാമിനെ കൊണ്ടുവരുമ്പോഴത്തേനും ആ സീക്വൻസൊക്കെ അവരുടെ ഭാഷയിലേക്കാണ് നമുക്കത് കാണിക്കാം. പക്ഷേ ഇതിനകത്ത് പറയുമ്പോഴത്തേനും ഹിന്ദി പോലെ തന്നെ, ഇംഗ്ലീഷ് അതുപോലെ തന്നെ, അതിനകത്ത് വേറെ ഒരു മലയാളത്തിൻ്റെ ട്രാൻസ്ലേറ്റും ഇല്ലാതെ രീതിയിൽ അത് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേനും അത് ഏത് രാജ്യക്കാർക്കും, അല്ലിപ്പം നോർത്ത് ഇന്ത്യക്കാർക്കാണെങ്കിൽ പോലും അത് ആ രീതിയിൽ ആ പടം ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ നാട്ടിലെ പല ഭാഷയും കാര്യങ്ങളും അറിയത്തില്ല, പല വിലതൂറികളും ഈ പടം കണ്ടിട്ട് അയ്യോ അത് എന്നാ എടുത്തു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ബോധമില്ലായ്മയാണ്. കേരളത്തിൽ ഒരു വർഷം ഇറങ്ങുന്നത് 100-150 പടം. അതിൻ്റെ അകത്ത് വിജയിക്കുന്നതാകട്ടെ 5-6 പടം. അപ്പം ഈ 5-6 പടത്തിൽ ഇത്രയും ഒരു ഗെറ്റപ്പ് പടമൊക്കെ ഉണ്ടാക്കി വെക്കുക എന്ന് പറയുമ്പോഴത്തേനും അത് പൃഥ്വിരാജിനെ ഒന്നുകൂടെ ഒന്ന് കൈകൂപ്പി കൊള്ളാം അളിയ എന്ന് പറയുന്ന ഒരു ശൈലി തന്നെ പറയേണ്ടതായിട്ട് വരും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു 2-3 പ്രാവശ്യം സിനിമ കാണണം, എന്നാലേ ആ ത്രില്ല് കറക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ ഇത് പതിയുള്ളൂ. അതുപോലെ തന്നെയും മോഹൻലാലിൻ്റെ എൻട്രി അതൊക്കെ എന്ന് പറയുമ്പോഴത്തേന് എന്ത് സെറ്റപ്പിൽ എടുത്തു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ മോഹൻലാലിനെ പിടിക്കാൻ വേണ്ടി ഇൻ്റലിജൻസ് സംഘം വരുന്ന ആ ഒരു ഏരിയ, ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എന്ത് പെർഫെക്റ്റായിട്ടാണ്, നമുക്ക് തോന്നുപോലുമില്ല അത് സെറ്റിട്ടാണോ എന്ന്. എന്ത് ഒറിജിനാലിറ്റിയാണ്. ഏതായാലും കൊള്ളാം. നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ നിന്ന് കാണണം. പിന്നെ പിള്ളേർക്ക് കാണാൻ പറ്റില്ല, പിള്ളേർക്ക് കാണണമെങ്കിൽ ഇനി നമ്മുടെ വീടിനകത്തുള്ള സെറ്റപ്പിലൊക്കെ അതുവരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഒന്നും കൂടെ എല്ലാവരോടും പറയുകയാണ്, പോയി കാണണം. അതുപോലെ ഒരു അടിപൊളി പടം.